ഇപ്പൊ എന്റെ അടുത്തിരുന്ന് ഇങ്ങനെ മിണ്ടുന്ന ഒരുത്തനെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജീവിതത്തിൽ തന്നെ അമ്മയും അച്ഛനും അറിഞ്ഞിട്ടില്ല. കുട്ടി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടില്ല. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഉള്ളൂ. കുഞ്ഞിനെ താൻ ഉണ്ടാക്കുന്നതല്ല. പിന്നെ എങ്ങനെ കുഞ്ഞുണ്ടാവുന്നത്? കുഞ്ഞ് ലൈംഗിക ഉണ്ടാവുകയാണോ? ഒന്നി ഉണ്ടാക്കണം, അല്ലെങ്കിൽ തന്നെ ഉണ്ടാകണം. തന്നെ ഉണ്ടാകുകയല്ലെന്ന് ഇവിടെ ഇത് ഉള്ളതാണ്. പക്ഷെ ആത്യന്തികമായിട്ട് എന്റെ സൃഷ്ടാക്കളാണല്ലോ എന്റെ അച്ഛനും അമ്മയും എന്നുള്ളതാണ് ചോദ്യം. അല്ലെന്ന് സൃഷ്ടാക്കളല്ലെന്ന്. പിന്നെ ആരാണ് എന്റെ? അതുകൊണ്ടാണ് ലോകത്ത് അല്ല സാറിന്റെ അച്ഛനും അമ്മയും ആരാണ് സാറിന്റെ? ഞാൻ പറഞ്ഞ പിതാവും മാതാവും മാത്രമാണോ? സാത്താൻ സേവക്കാനാണോ? സത്യം പറ, സാർ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. എനിക്ക് താനല്ല, ലോകത്ത് സാത്താനും ദൈവവും ഒന്നാണെന്ന് അറിയുന്ന ആളാണ്. ലോകത്ത് അവരവരുടെ ദൈവവും മറ്റുള്ളവരുടെ ദൈവവും സാത്താനാണെന്ന് തന്നെ വിചാരിക്കുന്നവരാണ് ലോകത്തുള്ളത്. ലക്കും ദീനുക്കും വലിയ ദീൻ. എന്റെ വിശ്വാസം നിനക്കും അവന്റെ വിശ്വാസനും മറ്റു മതത്തെ വിശ്വസിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്നാണ് ഇസ്ലാം മതം. ഇഷ്ടം അനിഷ്ടമൊക്കെ ഇയാൾ കീഴടങ്ങി നിൽക്കുന്ന സമയം വരെ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അധികാരമുള്ളവർക്ക് അവരെ എതിർക്കുന്നവരായിട്ട് നിൽക്കുന്നവരെ ടെററിസ്റ്റുകളായിട്ട് മുദ്ര കുത്തുന്നത് പോലെ തന്നെയാണ് അവിശ്വാസിയായിട്ട് മുദ്ര കുത്തുന്നത്. അങ്ങനെ ജനാധിപത്യം ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ല, ഇവിടെ ഇല്ല. ജനാധിപത്യമൊക്കെ ഇനി ഉണ്ടാക്കേണ്ടതാണ്, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ത്യ ജനാധിപത്യം ഒന്നും ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ തന്നെ അറിയണം. എനിക്കൊരു പേടിയില്ലാതെ പറയുന്നത്, ഇത് പറയാനാണ് ഈ ഇരിക്കുന്നത്. ഒരു അടിമയെ എന്നാൽ ഒരു അന്യഗോത്രത്തിലുള്ള ഒരാളെ അടിമയാക്കാൻ പിടിച്ചുകൊണ്ടുവന്നാൽ അയാളെ നോക്കാൻ നമ്മൾ ആയുധമായിട്ട് നിൽക്കേണ്ടി വരും. പക്ഷെ അയാളുടെ കുട്ടികളെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, നീ ജനിച്ചതേ അടിമയാണെന്ന് കുട്ടിക്കാലത്തെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരനുസരണയോട് അത് ചെയ്യും. അത്രേ ഉള്ളൂ. ആ അനുസരണയോടെ ജയിച്ചെടുക്കുന്നതിനാണ് മതങ്ങളെല്ലാം ഉണ്ടായത്. അപ്പൊ നല്ലതല്ലേ മതം? നല്ലതല്ലെന്ന് ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടായതാണെന്ന്. ദൈവം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. ആ മിഥ്യക്ക് ഇതുകൊണ്ട് ഈ അനുസരണം നമ്മുടെ കിട്ടിയത് കൊണ്ട് എന്താണ്? അല്ലെന്ന്, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ്. അല്ലാതെ ഈ ദൈവം എന്ന് പറയുന്ന കോന്തൻ ലോകത്തില്ല. എല്ലാ വിശ്വാസികളും നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് വിചാരിക്കുന്നവര് അതാണ്. അത് തന്നെ. നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് വിചാരിക്കുന്നവർ മറ്റുള്ളവരെ കൊല്ലും. തനിക്ക് ജീവിച്ചു പോകാനായിട്ട് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ താൻ കൊല്ലുന്നുണ്ടാകത്തില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് റോഡും ബസ്സും ഭക്ഷണവും എല്ലാം ഉണ്ടാക്കിയ ഈ വിശ്വാസികളെ കൊണ്ടുള്ള ശല്യം ഒഴിവാകുമെന്ന് അറിയുന്നത്. നമ്മുടെ ആൾക്കാരും നിങ്ങളുടെ ആൾക്കാരുമായിട്ട് മാറി കൊല്ലും, ഒരു സംശയവും ഇല്ല. Oil and gas, fire and safety, welding, logistics, hospital administration, Techshore Institute join ചെയ്യൂ, ജോലി ഉറപ്പാക്കും. ഈ സാത്താൻ സേവയും ദൈവവിശ്വാസം ഒരേ ഗണത്തിൽ സാറ് പെടുത്തുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഈ കുട്ടികളെ കൊല്ലാൻ പറയുന്ന ഞാൻ പറയട്ടെ സാറേ, ഈ കുട്ടികളെ കൊല്ലണം. അതായത് ഇവർ പറയുന്ന ഈ പ്രതിബിംബത്തിന്റെ മുമ്പിൽ വെച്ച് കുട്ടികളെ നരബലി അല്ലെ കുട്ടികളെ ബലി ചെയ്യണം എന്ന് പറയുന്ന വിശ്വാസമാണ് ഈ സാത്താൻ സേവ. അതായത് ദൈവവിശ്വാസികൾ എന്ത് ചെയ്യുന്നു അതിന്റെ നേർ വിപരീതം. അല്ല, കുട്ടികൾ കൊല്ലുന്ന ഒരു സാധനം ചോദിക്കാൻ പറ്റുമോ? അല്ല, അപ്പൊ അതെങ്ങനെ അങ്ങനെ പറഞ്ഞു ദൈവവിശ്വാസി കുട്ടികളെ കൊല്ലാൻ പറയല്ല. അബ്രഹാമിനോട് ദൈവം എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? അത് തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് അപ്പൊ അബ്രഹാമിന്റെ ദൈവത്തിന് അയാളുടെ മകനെ അറക്കാൻ ആവശ്യപ്പെട്ടായിരുന്നല്ലോ. പണ്ട് കാലത്ത് മനുഷ്യർ ചെയ്തിരുന്നതാണ്, നമ്മുടെ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മളെ സ്വയം അതിന് മുന്നിൽ മരിക്കുകയോ അന്യരെ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാകും എന്ന് വിചാരിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളാണ് അതല്ല. പക്ഷെ അബ്രഹാം ഇസ്മായിലിനെ കൊന്നില്ലല്ലോ. അത് കൊല്ലാതിരുന്ന ദൈവം വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറയുന്നതിന് പകരം ഒരു ആടിനെ വെച്ചാൽ മതി എന്ന് പറയുന്നില്ലേ? അതിനുവേണ്ടി ഞങ്ങൾ ബലിപെരുന്നാൾ ഞാൻ ഈ പറയുന്ന ആടിനെ നമ്മളോട് ചോദിച്ചിട്ട് നിങ്ങളുടെ തലയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കലവലിപ്പിക്കുക അല്ലാതെ ഏതെങ്കിലും നിലവാരത്തിൽ ആടിന് സമ്മതം തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇത് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് അനുകൂലമായിട്ട് പറയപ്പെടുന്ന സമയത്ത് മാത്രം പറയുന്ന ന്യായങ്ങളേ ഉള്ളത്, അതിനപ്പുറത്തോട്ടില്ല. അല്ലാതെ എല്ലാവരുടെയും ന്യായങ്ങൾ വെച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അനുകൂലമായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവം നമ്മളുടെ ദൈവം എന്ന് പറയുന്ന സാധനമേ ഉള്ളു. അല്ലാതെ അന്യരുടെ ദൈവത്തിനെ ബഹുമാനിക്കുന്ന തരത്തിൽ നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷം മറ്റുള്ളവരും മനുഷ്യരാണെന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ ദൈവത്തിനെ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ കുറച്ച് നമുക്ക് അമാനിക്കണമെന്ന് വിചാരിക്കുന്നത്. പണ്ട് അങ്ങനെ അല്ല. പക്ഷേ ഇതിൻ്റെ എന്താണെന്ന് സാർ, ആത്യന്തികമായിട്ടുള്ള പ്രശ്നം നമ്മളിപ്പം ഈ അടുത്ത് തന്നെ നമുക്ക് കണ്ടല്ലോ, ഒരു 1.5 വയസ്സ് ഒരു പിഞ്ചു ബാലനെ അഷ്കർ എന്ന് പറഞ്ഞ ഒരു നരാധവൻ കൊന്നുകളഞ്ഞ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ 10,000, 50,000, 40,000 ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ഇസ്രായേൽ ബോംബിട്ട്. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൊല്ലാൻ, ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറയുന്ന ഒരു വ്യവസ്ഥയല്ലേ ഈ സാത്താൻ സേവ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെ സാർ ദൈവവിശ്വാസമായിട്ട് കൂട്ടിക്കെടുത്താൻ പറ്റും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ദൈവത്തിന് വേണ്ടി ചോദ്യം. സ്വന്തം ദൈവത്തിന് സാത്താൻ സേവക്കാനാണോ? സത്യം പറ, സാർ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. എനിക്ക് താനല്ല, ലോകത്ത് സാത്താനും ദൈവവും ഒന്നാണെന്ന് അറിയുന്ന ആളാണ്. തൻ്റെ ദൈവം സാത്താനാണ് എനിക്ക്.
അതൊരു അങ്ങനെയാണ് ലോകത്ത് മനുഷ്യന്മാരുടെ സാറിന്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായമല്ല. ലോകത്ത് അവരവരുടെ ദൈവവും മറ്റുള്ളവരുടെ ദൈവവും സാത്താനാണെന്ന് തന്നെ വിചാരിക്കുന്നവരാണ് ലോകത്തുള്ളത്. വിശ്വാസികൾ മുഴുവൻ അങ്ങനെയാണ്. ജനാധിപത്യപരമായ സംസ്കാരം വന്നപ്പോഴാണ് അപ്പുറത്തുള്ളവരുടെ വിശ്വാസങ്ങളെ നമ്മളൊന്നും പരിഗണിക്കണം എന്ന് പറയുന്ന ആശയം വരുന്നത്. അതുവരെ അവരെ ഇല്ലാതാക്കാൻ വിയോജിപ്പുണ്ട്. അത് ഇസ്ലാമിൽ അങ്ങനെയല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. എന്റെ വിശ്വാസം നിനക്കും അവന്റെ വിശ്വാസം മറ്റു മതത്തെ വിശ്വസിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്നാണ് ഇസ്ലാം മതം. ഇതൊക്കെ 100% ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ 100% പറയുന്നത്. സാറാ പറഞ്ഞോട് വിയോജിപ്പ്. അള്ള അല്ലാതെ ഒരു ദൈവം ഇല്ലെന്ന് പറയുന്നുണ്ടോ? എങ്ങനെ സാർ? അള്ള അല്ലാതെ ഒരു ദൈവം ഇല്ല എന്ന് പറയുന്നുണ്ടോ? അല്ല അല്ലാതെ ദൈവമില്ലാതെ ദൈവത്തിൽ വിശ്വസിക്കാന്ന് പറയുന്നുണ്ട്. അള്ളാഹുലാണ്. അപ്പൊ സ്വാഭാവിക. പക്ഷെ അതിനോട് കൂട്ടി വായിക്കണം സാർ. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ ഞങ്ങളോട് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അള്ളാഹുൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റു മതത്തെ നിന്ദിക്കരുതെന്നാണ് പറയുന്നത്. മറ്റു മത വിശ്വാസം എന്റെ ഇഷ്ടമല്ലേ? ഞാൻ പറയുന്നത് സാറ് ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്ന പോലെ ദൈവത്തെ വിശ്വസിക്കുന്നത് എന്റെ ഇഷ്ടമല്ലേ? ഇയാൾ കീഴടങ്ങി നിൽക്കുന്ന സമയം വരെ ഉള്ളു. അതുവരെയുള്ള ഈ അംഗീകാരമൊക്കെ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അധികാരമുള്ളവർക്ക് അവരെ എതിർക്കുന്നവരായിട്ട് നിൽക്കുന്നവരെ ടെററിസ്റ്റുകളായിട്ട് മുദ്ര കുത്തുന്നത് പോലെ തന്നെയാണ് അവിശ്വാസിയായിട്ട് മുദ്ര കുത്തുന്നത്, സാത്താനിസ്റ്റുകളായിട്ട് മുദ്ര കുത്തുന്നത്. വിശ്വാസം രണ്ടും അന്ധമാണ്. അല്ല, ഇയാൾക്ക് യാതൊരു തെളിവോ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മുടെ വിശ്വാസം. ഇന്ത്യയാണ് ഇത് എന്നൊരാൾ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സങ്കല്പങ്ങളാണതല്ല. അതുകൊണ്ട് ഈ നാട്ടിലുള്ള ആൾക്കാരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചിട്ടുണ്ടായിരിക്കുന്ന ദൈവങ്ങളായിരിക്കും അവിടെ ഉള്ളത്. മറ്റൊരു നാട്ടിനകത്ത് അല്ലാതെ എല്ലാവരുടെയും കൂടെ ദൈവമായിട്ടൊരു ദൈവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒറ്റ ദൈവം ഉള്ളെന്ന് പറയുമ്പോഴും അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ദൈവം തന്നെയാണത്. സാർ കേദൽ ജിൻസൺ രാജാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആര്? കേദൽ ജിൻസൺ രാജ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് സ്വന്തം അച്ഛനെയും അമ്മേനെയും വെട്ടി നുറുക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു. അന്വേഷണ സംഘം വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് പുള്ളിക്ക് ഇച്ചിരി മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഒരു സാത്താൻ സേവക്കാനായിരുന്നു എന്നാണ് ആത്യന്തികമായിട്ട് കണ്ടെത്തിയത്. അല്ല പറയട്ടെ, ആത്യന്തികമായിട്ട് കണ്ടെത്തിയതാണ്. അങ്ങനെ ഒരു മതവും പറഞ്ഞു. അപ്പോൾ സാറ് ചിലപ്പോൾ പറയും ഈ ടെററിസ്റ്റുകളൊക്കെ കൊല്ലുന്നു. അവരെ മതത്തിൽ പെടുന്നവരാണെന്ന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല കേട്ടോ. അത് കൂട്ടി തന്നെ വായിക്കുക. അതായത് മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ഒരു ഇസ്ലാമും പറഞ്ഞിട്ടില്ല മനുഷ്യനെ. ഞാൻ പറഞ്ഞില്ല, മനുഷ്യരെ അപ്പുറത്തുള്ളവരെ കൊല്ലാൻ പഠിപ്പിക്കാത്ത ഒരു വിശ്വാസിയും വേറെയില്ല. എല്ലാ വിശ്വാസികളും നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് വിചാരിക്കുന്നവരെ അതാണ് അത് തന്നെ. പക്ഷേ നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് വിചാരിക്കുന്നവർ മറ്റുള്ളവരെ കൊല്ലും. അതെന്താ? അങ്ങനെ തന്നെയാണ്, അല്ലാതില്ല. ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ ഇപ്പൊ എന്റെ ഇത് ക്യാമറമാൻ അവൻ ക്രൈസ്തവ വിശ്വാസിയാണ്, ഇവ മുസ്ലിമാണ്, ഞങ്ങൾ മുസ്ലിമാണ്, അവൻ ക്രൈസ്തവ വിശ്വാസിയാണ്. അവൻ ഞാൻ കൊല്ലുവോ? അതെന്താ? അത് സാറിന്റെ പറയുന്നത് എനിക്ക് മനുഷ്യരെ അറിയുന്നിടത്തോളം കാലം തനിക്ക് ജീവിച്ചു പോകാനായിട്ട് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ താൻ കൊല്ലുന്നുണ്ടാകത്തില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലോകത്ത് റോഡും ബസ്സും ഭക്ഷണവും എല്ലാം ഉണ്ടാക്കിയ ഈ വിശ്വാസികളെ കൊണ്ടുള്ള ശല്യം ഒഴിവാകുമെന്ന് അറിയുന്നത്. അല്ലയോ നമ്മുടെ ആൾക്കാരും നിങ്ങളുടെ ആൾക്കാരുമായിട്ട് മാറി കൊല്ലും, ഒരു സംശയവും ഇല്ല. നമ്മുടെ ആൾക്കാരെ സംരക്ഷിക്കുകയും അന്യരെ കൊല്ലുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് ലോകത്ത് മനുഷ്യർ ചെയ്യുന്നതാണ്. ഏത് മതം അങ്ങനെ പറഞ്ഞു? ഏത് മതവും അങ്ങനെയാണ്. ഏത് മതവും പറഞ്ഞിട്ടുണ്ട്? എല്ലാ മതവും അങ്ങനെയാണ്. എന്നാൽ ഒരു മതം പറയാൻ അങ്ങനെ എല്ലാ മതവും എന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു മതം അല്ല. ഇപ്പം എല്ലാ മതവും അല്ല, നമ്മുടെ മുന്നിൽ ഇപ്പം നമുക്ക് കേരളത്തിൽ വെച്ച് നമ്മൾ എനിക്ക് മതത്തിനുള്ള അല്ല ക്രൈസ്തവ ഇസ്ലാം മതം അതിൻ്റെ ഏതെങ്കിലും അവരുടെ മെയിൻ ബുക്കുകളിൽ, അതായത് ബുക്കുകൾ തന്നെ സാറിന് ഖുർആനിലോ ഭഗവത്ഗീതയിലോ ബൈബിളിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതായത് നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹിന്ദുവിനെയും ക്രൈസ്തവനെയും കൊല്ലാൻ ഇസ്ലാം മതത്തിലെ ഖുർആനിലോ? അന്ന് ആ മതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൊട്ടപ്പുറത്തുണ്ടായിരിക്കുന്ന ഒരു മതവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ മാത്രമേ റെഫർ ചെയ്യത്തുള്ളൂ. അല്ലാതെ വേറൊന്നും അതിന് പറയാനറിയില്ല. അവിശ്വാസി എന്നാണ് അവരപ്പോൾ അത് പറയുന്നത്. അവിശ്വാസികളെ നേരിടുകയും അവരെ ഒരിക്കലും അംഗീകരിക്കാതിരിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്ന യുക്തികളെ അതിനകത്ത് വരൂ. ഇത് ഒരു രാജ്യം ഉണ്ടാക്കാൻ ഒരാൾ ശ്രമിച്ചാലും അങ്ങനെ തന്നെയേ ഉള്ളൂ. നമ്മുടെ രാജ്യക്കാർ മറ്റുള്ളവരെക്കാളും മെച്ചമാണ്, അവരെ ഇങ്ങോട്ട് മറ്റുള്ളവരെ കടത്തി വിടരുത് എന്ന് വിചാരിക്കുന്ന മനുഷ്യരെ ലോകത്തുള്ളു. അത് മതവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലത്. മനുഷ്യർ നമ്മുടെ ആൾക്കാർ അവർ എന്ന് എപ്പോൾ വിചാരിക്കുന്നു ആ സമയത്തെല്ലാം കൊല്ലും. അന്യരെ കൊല്ലുന്നവരാണ് മനുഷ്യർ. അത് ഇയാൾ മനുഷ്യനായിരിക്കുന്നതുകൊണ്ട് പോലും അല്ല, അന്യരാണെന്ന് ആരെ തോന്നിയാലും ആ സമയത്ത് ഉപദ്രവിക്കും. അത് ഇയാളെ വീട്ടിൽ ജനിച്ച അന്യനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ചെയ്യും സ്വന്തം വീട്ടിൽ. എന്തുകൊണ്ടാണ് കായേനെ ആബേലിനെ കൊല്ലുന്നത്? എങ്ങനെയാണ്? എന്താ, ഒരു വീട്ടിൽ ജനിച്ചല്ലോ, മതത്തിന്റെ പ്രശ്നമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അന്യരായി കാണുന്ന ഏത് സമയത്തും. സ്ത്രീക്ക് വേണ്ടി എന്നുള്ളതല്ലേ? ഏത്
ഒരു സ്ത്രീക്ക് വേണ്ടി കൊന്നു എന്നുള്ളതല്ല ഞാൻ സ്ത്രീക്ക് വേണോ വേണ്ട എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അയാൾ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും സാർ, അതൊക്കെ ഒരിക്കലും അല്ല ജനറലൈസ് ചെയ്യുന്നത്. നിങ്ങൾ പട്ടാളം ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യത്തായിരിക്കുന്നേ, അത് നമ്മുടെ സംരക്ഷണത്തിന് അപ്പൊ നമ്മുടെ ഈ പറയുന്ന വരിയായി പറഞ്ഞോണ്ടിരിക്കില്ല. എന്ത് ചെയ്യാൻ? നമ്മുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടേതല്ല. അത് ഇയാൾ മതത്തിന്റെ പേര് പറഞ്ഞാലും ജാതിയുടെ പേര് ജനാധിപത്യ രാജ്യം വീണ്ടും ഞാൻ ആ പറയുന്നത് ശ്രദ്ധിക്കാതെ വീണ്ടും വേണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനാധിപത്യം ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ല, ഇവിടെ ഇല്ല. ജനാധിപത്യമൊക്കെ ഇനി ഉണ്ടാക്കേണ്ടതാണ്, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ത്യ ജനാധിപത്യം ഒന്നും ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ തന്നെ അറിയണം. ജനാധിപത്യം ആയിട്ടുള്ളൊരു വാക്കാണ് സാർ. എനിക്കൊരു പേടിയില്ലാതെ പറയുന്നത്, ഇത് പറയാനാണ് ഈ ഇരിക്കുന്നത്. ജനാധിപത്യ രാജ്യം അല്ല. മതപരമായ വിശ്വാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന രാജഭരണം നടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോഴും നമ്മൾ. അല്ലാതെ അത് ഈ അടുത്താണെങ്കിൽ ഞാൻ സാറിനോട് യോജിക്കും, ജനാധിപത്യത്തിൽ നമുക്ക് ഒത്തിരി അങ്ങനല്ല. ഭരണഘടനാപരമായ മാറ്റങ്ങൾക്ക് അതിനനുസൃതമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളും അവരും എന്ന് പറയുന്നു. ഞാനിപ്പോ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഇയാൾക്ക് ഈ വിഷയങ്ങൾ തുടർച്ച പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ വേറെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞാനീ പറയുന്നത് നമ്മളും അവരും എന്നുള്ള ഡിവിഷൻ ഉണ്ടായി നമുക്ക് വേണ്ടി ജീവിക്കുകയും ചാകുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നവരാണ് മനുഷ്യർ. അത് ഇയാൾ മതത്തിൻ്റെ പേര് പറഞ്ഞാലും ജാതിയുടെ പേര് പറഞ്ഞാലും ദൈവത്തിൻ്റെ പേര് പറഞ്ഞാലും ഭാഷയുടെ പേര് പറഞ്ഞാലും രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാലും കൊല്ലും. ഇതുകൊണ്ടാണ് നമ്മൾ പട്ടാളം ഉണ്ടാക്കുന്നത്. നമ്മളെ സംരക്ഷിക്കാനേ മാത്രമേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ. നമ്മളെന്ന് പറയുന്നത് വളരെ ഡിമാർക്കേറ്റ് ചെയ്ത് കൃത്യമാക്കുക അവരെ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് SIR ഒക്കെ ഉണ്ടാകുന്നത്. ബാക്കിയുള്ളവർ മനുഷ്യരായിട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യരായിട്ട് കാണുന്ന സമൂഹ നിർമ്മാണത്തിനകത്താണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഭരണം എന്ന് പറഞ്ഞാൽ ക്രമീകരണം, നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന വിഭവങ്ങൾ തുല്യമായി പങ്കുവയ്ക്കാൻ പറ്റുമോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ അന്വേഷിക്കുന്ന സമയത്ത് മറ്റുള്ളവർ എന്ന് നമ്മൾ വിളിച്ചിരുന്നവരും നമ്മളെ പോലുള്ള മനുഷ്യരാണെന്ന് അറിയുന്ന കാലത്താണ് ഇന്നുള്ളത്. നമുക്കതിന് ഏറ്റവും വലിയ പണ്ട് പറയുന്നത് എങ്ങനെയാണ്, ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത് ന്യായം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല, ആ ന്യായത്തിന് ആവശ്യമില്ല. കാരണം ജനിതകമായിട്ട് നമുക്കറിയാം നമ്മൾ ഒരൊറ്റ സ്പീഷീസ് ആണെന്ന്. ഇതുകൊണ്ടാണ് നമുക്ക് അന്യരില്ലെന്നറിയുന്നത്. ഇതിനു മുമ്പ് പറ്റത്തില്ല. പിന്നെ പണ്ട് കാലത്ത് ഒരൊറ്റ ഗോത്രത്തിൽ നിന്ന് ലോകം മുഴുവനും യാത്ര ചെയ്ത് എല്ലായിടവും പരന്നുപോയ ഒരു ജീവിയാണ് ഈ മനുഷ്യൻ. ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യസ്തമായി ജീവിക്കുന്നത് വഴി ഉണ്ടായ വ്യത്യാസങ്ങളെ നമുക്കുള്ളൂ. ഇത് ജനിതകമായി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ വേറെ ആളുകളൊന്നും ഇവിടെ ഇല്ലെന്നും ഇതേ മനുഷ്യർ തന്നെയാണ് ഇവിടെ ഉള്ളതെന്നും നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ശാസ്ത്രീയമായി അറിഞ്ഞിട്ടുണ്ട്. മറ്റേതങ്ങനല്ല. ആളുകളെ യോജിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ദൈവം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ന്യായം പറഞ്ഞിട്ടായിരുന്നു. ഇന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. കാരണം എങ്ങനെയാണ് കറുത്തവരായതെന്നും എങ്ങനെയാണ് വെളുത്തവരായതെന്നും വ്യത്യാസമായ ക്ലൈമറ്റിൽ ജീവിച്ചാൽ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കുന്ന സമയത്ത് മനുഷ്യൻ ഹോമോസാപ്പിയൻ എന്ന് നമ്മൾ വിളിക്കുന്ന മനുഷ്യകുലം ഒരു 3 ലക്ഷം വർഷമായി ആഫ്രിക്കയിലുണ്ടായി ലോകം മുഴുവൻ പരന്നതാണ്. വ്യത്യാസങ്ങൾ ഉണ്ടായത് ഭാഷ വ്യത്യാസപ്പെടുന്നത് പോലെ ഈ മല കടന്ന് ഇപ്പുറത്ത് വന്നപ്പം നമ്മൾ മലയാളികളാകുന്നത് അപ്പുറത്തുനിന്ന് തമിഴരായിരുന്നവരും തമ്മിൽ തന്നെയാണ്, ഈ ഒരേ ജനത തന്നെയാണെന്ന് ഒക്കെ ഇന്ന് അറിയുന്ന പോലെ ഭാഷാശാസ്ത്രമൊക്കെ നമ്മൾ പഠിച്ചാൽ ലോകത്ത് ഒരു സ്ഥലത്തു നിന്ന് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഭാഷകളാണ് ഈ പല ഭാഷകളായി മാറിയതെന്നും വ്യത്യാസമായ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ വ്യത്യാസപ്പെട്ട ഈ ഉടുപ്പ് ഇട്ട് വ്യത്യസ്തരായി ഇരിക്കുന്നതെന്നും അല്ലാതെ നമ്മൾ കണ്ടാൽ വ്യത്യാസങ്ങൾ ഇരിക്കുന്നത് വ്യത്യസ്ത സാഹചര്യം ഉൽപ്പാദിപ്പിച്ചതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന് ഇനിയും പുതിയ ദൈവമോ മതമോ ഒന്നും ആവശ്യമില്ല. പക്ഷെ അപ്പോഴും പണ്ട് കാലത്ത് ഉണ്ടായ വിശ്വാസങ്ങൾ കാരണമാണ് ഇന്നത് തടസ്സമായിട്ട് നിൽക്കുന്നത്. പണ്ട് കാലത്തുണ്ടാക്കിയ രാജ്യങ്ങളാണ് ഈ മനസ്സിലാക്കുന്ന തടസ്സമായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഒരു നാട്ടിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നത്, അതിനാണ് നമ്മളൊരു വാർഡ് ഉണ്ടാക്കുന്നത്. വാർഡ് ഉണ്ടാക്കിയ പഞ്ചായത്തിൽ നിന്ന് വേറെയല്ല. ഈ വാർഡും ആ വാർഡും ഇരിക്കുന്നത് ഭരണം എന്ന് പറഞ്ഞാൽ ക്രമീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഇതിനു വേണ്ടി ഉണ്ടാക്കിയെന്നേ അർത്ഥമുള്ളൂ. അതിനു വേണ്ടിയാണെന്നുള്ള അല്ല. വാർഡിൻ്റെ മുകളിലല്ല പഞ്ചായത്ത് ഇരിക്കുന്നത്, പഞ്ചായത്തിൻ്റെ മുകളിലല്ല താലൂക്ക് ഇരിക്കുന്നത്, താലൂക്കിൻ്റെ മുകളിലല്ല ജില്ല ഇരിക്കുന്നത്, ജില്ലയുടെ മുകളിലല്ല സംസ്ഥാനം ഇരിക്കുന്നത്, സംസ്ഥാനത്തിൻ്റെ മുകളിലല്ല കേന്ദ്രം ഇരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയണം. വലിയ സർക്കിൾ മാത്രമാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ പണി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ വൃത്തങ്ങൾ മാത്രമാണ് ഇതൊക്കെ. അല്ലാതെ ഇതൊന്നും സെപ്പറേറ്റ് അല്ല.
ഇതുപോലെ പണ്ട് കാലത്ത് നമുക്ക് ഇതൊക്കെ അറിഞ്ഞുകൂടാതിരുന്ന കാലത്ത് ഒരു പ്രദേശത്തു നിന്ന് മാറി വേറൊരു പ്രദേശത്ത് ജീവിക്കാനായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞു പോയി താമസിക്കുമ്പോൾ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ട് അവരന്യരാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു ജീവിയാണ് മനുഷ്യൻ. ഇങ്ങനെ ഈ കഴിഞ്ഞ ഒരു 50,000 വർഷം കൊണ്ട് ലോകം മുഴുവനും വ്യത്യസ്തതകളുള്ള മനുഷ്യരായി മാറിയത് ഒരൊറ്റ കുലത്തിൽ നിന്ന് വന്നതാണെന്ന് അറിയുന്ന ജനിതകമുള്ള ലോകത്താണ് ഇന്ന് നമ്മളുള്ളത്. എന്നിട്ട് നമ്മൾ ആറ്റം ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തോക്ക് ഏറ്റവും കറക്റ്റായിട്ട് ഉന്നം വയ്ക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ബന്ധുക്കളെയാണ് വെടിവെക്കുന്നതെന്ന് അറിയുന്നവരെ ആയിട്ടില്ലാതിരിക്കുന്നത് നമ്മൾ അന്യരാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അന്യരുണ്ടെന്നും അന്യർ നമ്മളിൽ നിന്ന് വേറെയാണെന്നും അവരെ നമ്മൾ കീഴടക്കണമെന്നും അവരെ തോൽപ്പിക്കണമെന്നും അവരെക്കാളും മെച്ചമാണെന്നും വിചാരിക്കുന്ന ആശയങ്ങളാണ് ഈ പഴയ കാലത്തെ എല്ലാ ഫിലോസഫിയിലും എല്ലാ മതത്തിലും. അതിൽ യോജിക്കാൻ പറ്റുന്ന ഒരുപാട് ആശയങ്ങൾ സാർ പറഞ്ഞിട്ടുണ്ട്. ഈ ആദ്യം മനുഷ്യനാകുക എന്നുള്ളതാണ്, അതിനുശേഷമാണ് മതം എന്നുള്ള സാർ പറഞ്ഞത്. പക്ഷെ മതം മനുഷ്യന്മാരെ കുഴപ്പക്കാരാക്കുമെന്ന് സാറിന്റെ അഭിപ്രായത്തോട് ഞാൻ പറഞ്ഞു. മതം മനുഷ്യരെ നിയന്ത്രിക്കാൻ വേറെ ബലമുള്ളവർക്ക് നിങ്ങളുടെ മനസ്സ് കവരാൻ വേണ്ടി ഉണ്ടാക്കിയാണ്, അനുസരണം പഠിപ്പിക്കാനുള്ള സാധനമാണത്. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഒന്നിനുമല്ല. കുട്ടിക്കാലത്തെ ഒരു അടിമയെ എന്നാൽ ഒരു അന്യഗോത്രത്തിലുള്ള ഒരാളെ അടിമയാക്കാൻ പിടിച്ചുകൊണ്ട് വന്നാൽ അയാളെ നോക്കാൻ നമ്മൾ ആയുധമായിട്ട് നിൽക്കേണ്ടി വരും. പക്ഷെ അയാളുടെ കുട്ടികളെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നീ ജനിച്ചതേ അടിമയാണെന്ന് കുട്ടിക്കാലത്തെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരനുസരണയോട് അത് ചെയ്യും. അത്രയേ ഉള്ളൂ. ആ അനുസരണയോടെ ജയിച്ചെടുക്കുന്നതിനാണ് മതങ്ങളെല്ലാം ഉണ്ടായത്. ലോകത്ത് ഭരിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടായതാണ്. അപ്പം നല്ലതല്ലേ മതം? നല്ലതല്ലെന്ന് ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടായതാണെന്ന്. അല്ല, മനുഷ്യനെ അനുസരണയോട് കൂടി എന്ന് പറയുന്നത് നല്ലതിലേക്ക് എത്തിക്കാൻ ഒരു സംവിധാനത്തിന് കഴിയുമെങ്കിൽ നല്ലതല്ലോ. അത് പശുവിനും ആടിനും വേണ്ടിയാണ് ഇയാൾ ആടിനെയും പശുവിനെ വളർത്തുന്നതെന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ പറഞ്ഞത്. ആടിന് വേണ്ടിയാണോ ആടിനെ വളർത്തുന്നത്? ഒരിക്കലും അല്ല. അത്രേ ഉള്ളൂ. നമുക്ക് ഇതുകൊണ്ടാണ് അനുസരണയുള്ള ആളുകളെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതിനാണ് അവരെ വളർത്തുന്നത്. അതിനുവേണ്ടി മതത്തെ ഉപയോഗിക്കുന്നത്. അതാണ് മതം എന്ന് പറയുന്നത്. ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി തട്ടായി ജീവിക്കാനായിട്ട് പരിശീലിപ്പിക്കുന്നതാണ്. അത് കുട്ടിക്കാലത്തെ തൊട്ട് പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ആർക്കാണ് നേട്ടം? അത് ആരാണോ നിയന്ത്രിക്കുന്നവർക്ക് അവരാണ്. അതുകൊണ്ടാണ് രാജാക്കന്മാർ കൊട്ടാരത്തിൽ മുകളിലിരിക്കുന്ന ആൾക്ക് നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കി തൊഴും. അതാണ് നേട്ടം. അതാണ് നേട്ടം. അവർ കീഴടങ്ങി. അപ്പൊ താൻ പണിയെടുക്കുന്ന സമയത്ത് അതൊരു മിഥ്യയല്ലേ? സാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. ആ മിഥ്യക്ക് ഇതുകൊണ്ട് ഈ അനുസരണം നമ്മുടെ കിട്ടിയത് കൊണ്ട് എന്താണ് നേട്ടം? അല്ലെന്ന് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ്. അല്ലാതെ ഈ ദൈവം എന്ന് പറയുന്ന കോന്തൻ ലോകത്തില്ല. ഇത് ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആശയങ്ങൾ ഉപയോഗിച്ചു മനുഷ്യരുടെ മനസ്സിനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തന്നെ ഇപ്പം ഞാൻ പിടിച്ചുകൊണ്ട് പോയി പണിയെടുപ്പിക്കുവാണെങ്കിൽ തന്നെ നോക്കാനായിട്ട് ഞാൻ നിൽക്കണോ അല്ലെങ്കിൽ വേറെ ആൾ നിൽക്കേണ്ടി വരും. കാരണം താൻ അനുസരിക്കത്തില്ല. പക്ഷെ കുട്ടിക്കാലത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്, താൻ ജനിച്ചത് അടിമയായിട്ടാണ്. ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അടിമയായിട്ട് സൃഷ്ടിച്ചു. അത് കാരണം കൊണ്ട് നീ എല്ലാ പണിയും ചെയ്ത്, അതാണ് കർമ്മവും ധർമ്മവും. കർമ്മസിദ്ധാന്തവും ധർമ്മസിദ്ധാന്തവും ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. ഇങ്ങനെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അനുസരണയുള്ള അടിമകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റേ അല്ലെന്നുണ്ടെങ്കിൽ ബലപ്രയോഗം വേണ്ടി വരും. അതുകൊണ്ട് കുട്ടിക്കാലം തൊട്ട് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മുഴുവനും ഈ നിലവാരത്തിൽ അനുസരണയുള്ള പഠിപ്പിക്കുന്നവരെയാണ്. ഇതുകൊണ്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, പണ്ട് കാലത്ത് 18 മണിക്കൂറായിരുന്നു പണി. അത് കഴിഞ്ഞിട്ട് ആ ആളുകൾ കുട്ടികളെ ഉണ്ടാക്കി നിൽക്കുന്നത് നമുക്ക് നല്ലതാണെന്ന് അറിയുന്ന കാരണം കൊണ്ട് എന്നാൽ പട്ടിണി കിടന്ന് ചത്തുപോകാതിരിക്കാൻ ഭക്ഷണം കൊടുക്കുന്നത് കാര്യമൊക്കെയാണ് നമ്മൾ സമരം ചെയ്ത് നേടിയെന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ മുഴുവനും. ഭരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആശയമാണ് മതം. അതാണ് എൻ്റെ പ്രശ്നം. അല്ല, അതിനോട് ചേർത്ത് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ സാറ്. ഈ സൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു സൃഷ്ടാവും വേണ്ടേ? സൃഷ്ടിയില്ല. സൃഷ്ടിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ നമ്മുടെ സൃഷ്ടിയല്ല, നമ്മുടെ സൃഷ്ടാവാണ് അച്ഛനും അമ്മയും. അത് അല്ല, അച്ഛനും അമ്മയ്ക്കും നമ്മളാണെന്നും ഒന്നും അറിഞ്ഞുകൂടാ. താനാണ് ഇപ്പൊ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ മിണ്ടുന്ന ഒരുത്തനെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു. ജീവിതത്തിൽ തന്റെ അമ്മയും അച്ഛനും അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടില്ല. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതിലൂടെ 50 തവണ ഉരുത്തിരിഞ്ഞ് വരുന്നതല്ലേ ഒരു കുഞ്ഞ്. ഞാൻ പറഞ്ഞ 50 തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അത് ശാസ്ത്രമല്ലേ സാർ? വീണ്ടും ഞാൻ ആ പറയുന്ന വിഷയം അയാൾ കേൾക്കാൻ 50 തവണ ഇയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും കുട്ടി ഉണ്ടാകണം നിർബന്ധമില്ല. അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ അങ്ങനല്ല. ഇയാള് കഞ്ഞി വെക്കുവാണെങ്കിൽ ഇയാൾക്ക് കൃത്യമായിട്ട് കഞ്ഞി വെക്കാൻ പറ്റും.
മീൻകറി വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ലത്. അല്ല, ഞാൻ അപ്പയും ചോദിക്കുന്ന ചോദ്യത്തിന് സാർ ഇങ്ങനെ കറക്കുന്നുള്ളൂ. ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. അത് തനിക്ക് ബോധ്യമാകാത്തോണ്ടാ സമ്മതിക്കാത്തത്. കുഞ്ഞിനെ താൻ ഉണ്ടാക്കുന്നതല്ല. പിന്നെ എങ്ങനെയാ കുഞ്ഞുണ്ടാവുന്നത്? കുഞ്ഞ് ലൈംഗിക ഉണ്ടാവുകയാണോ? ഞാൻ പറഞ്ഞ കുഞ്ഞാണ് എന്ത് എളുപ്പമുണ്ടായിരുന്നു. വീണ്ടും ആ വിഷയം കേൾക്കുന്ന ഇയാൾ ചിരിക്കുന്നത് വഴി ഇയാൾ ഉത്തരം പറഞ്ഞിട്ടില്ല. സാർ പറഞ്ഞ അതിനുത്തരം സാറിന് കേൾക്കണം. ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ ഉണ്ടാക്കുകയല്ല, നമ്മൾ സ്വയം ഉണ്ടാവുകയാണോ? വീണ്ടും ഇത് രണ്ട് ഉത്തരമല്ല ലോകത്തുള്ളതെന്ന് ഇയാളത്. അതുകൊണ്ടാണ് ഒന്നി ഉണ്ടാക്കണം അല്ലെങ്കിൽ തന്നെ ഉണ്ടാകണം. തന്നെ ഉണ്ടാകുകയല്ലെന്ന്. ഇവിടെ ഇത് ഉള്ളതാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചമാണിത്. മാറുന്ന പ്രപഞ്ചത്തിനകത്ത് താനും തൻ്റെ അച്ഛനും തൻ്റെ അമ്മയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് തിരിച്ചറിയാനൊക്കെ ഒരു മെക്കാനിസവും ഇല്ല. അതില്ല. പക്ഷേ ഞാനത് പറയുന്നത് തീർക്കാൻ ഇയാൾ സമ്മതിക്കുന്നില്ല. അല്ല, ആത്യന്തികമായിട്ട് എന്റെ അച്ഛനും അമ്മയും ചേരുമ്പോഴാണല്ലോ ഞാൻ ഉണ്ടാവുന്നത്. അല്ല, അതുകൊണ്ടാണ് അങ്ങനെ 100 തവണ ചേർന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല. വീണ്ടും അത് പക്ഷെ ആത്യന്തികമായിട്ട് എന്റെ സൃഷ്ടാക്കളാണല്ലോ എന്റെ അച്ഛനും അമ്മയും എന്നുള്ള ചോദ്യം. അല്ലെന്ന് സൃഷ്ടാക്കളല്ലെന്ന്. പിന്നെ ആരാണ് എന്റെ അതുകൊണ്ടാണ് ലോകത്ത് അല്ല സാറിന്റെ അച്ഛനും അമ്മയും ആരാണ് സാറിന്റെ? ഞാൻ പറഞ്ഞ പിതാവും മാതാവും മാത്രമാണോ? ഇങ്ങനെ പറയുന്ന വഴി ഇയാൾ എന്തോ ഭയങ്കരമായ ഒരു കാര്യം തെളിയിച്ചു ഉള്ള തരത്തിലായി പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. ഇയാൾ സാറിന് പുതിയ പുതിയ അറിവുകൾ കിട്ടാൻ വേണ്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്ക്. ഒരു ജീവൻ എന്ന് പറയുന്നത് അത് തുടരുക എന്ന് പറയുന്നത് ചെയ്യുന്നതിന് ആദ്യം ചെയ്തത് 2 ആകുക എന്നുള്ളതാണ്. അല്ലാതെ 2 ചേർന്നുണ്ടാകുക അല്ല. എല്ലാ ബാക്ടീരിയ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇയാൾ വെറുതെ ബാക്ടീരിയ ഒന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മതി, അത് ഉണ്ടാവും. ഇത്ര മിനിറ്റിനകത്ത് 2 ആകും. അപ്പൊ ജീവൻ തുടരുന്നതിന് ഒരു രീതിയാണ് 1, 2 ആകുക എന്ന് പറയുന്നത്. ജീവൻ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് 10-200 കോടി വർഷം ജീവിച്ചതിന് ശേഷമാണ് 2 ചേർന്നാൽ ഒന്നിച്ച് ജീവിക്കാൻ എളുപ്പമാണെന്ന് കണ്ടുപിടിക്കുന്ന സ്ഥലം. അങ്ങനെ 2 ചേർന്ന് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തിൽ സങ്കീർണമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ജീവികൾ എന്ന് പറയുന്ന ഏകകോശ ജീവികളല്ലാതെ സങ്കീർണ ഏകകോശ ജീവികളതിന് ശേഷം ബഹുകോശ ജീവികളായി ജീവിക്കാൻ തുടങ്ങുന്നത് തമ്മിൽ ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. തമ്മിൽ ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, 2 പേര് ചേർന്ന് ഉണ്ടാക്കുന്ന മൂന്നാമതൊന്നിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ 2 മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകുമെന്ന് കണ്ടെത്തുന്ന ഒരു കണ്ടെത്തൽ ജീവനാണ് നമ്മളിലൂടെ തുടരുന്നത്. അല്ലാതെ താനും അച്ഛനും ഞാനും അച്ഛനും അമ്മയായിട്ടൊക്കെ ഇരിക്കുകയല്ല. ആയിരക്കണക്കിന് തരത്തിൽ ജീവൻ ഇവിടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിലെ ജീവനുണ്ടായി. നേരത്തെ നമ്മൾ മനുഷ്യർ പലയിടത്ത് പോയപ്പോൾ പലതരത്തിലായെന്ന് പറയുന്നത് പോലെയാണ് ജീവൻ. ഇത് പ്ലാസ്റ്റിക്കാണ്, പക്ഷെ അല്ലാതെ അപ്പുറത്തിരിക്കുന്ന ചെടിയും വിട്ടിലും ഒക്കെ വ്യത്യസ്തമായി ജീവിക്കാൻ പറ്റും എന്നുള്ള തെളിവ് മാത്രമാണ്. നമ്മളുമായി ബന്ധപ്പെട്ട ജീവനേ ഉള്ളു. ലോകത്തെല്ലാ ജീവനും മറ്റൊരു ജീവനുമായി ബന്ധം ഉണ്ടായിട്ടുള്ള ജീവനേ ഉള്ളു. കൂട്ടി നമ്മൾ യോജിക്കാം സാർ. നമ്മളിപ്പോൾ ഈ റൂമിൻ്റെ അകത്ത് ഇരിക്കുന്നു, സാർ ഇരിക്കുന്ന ഈ കസേര, ഞാൻ ഇരിക്കുന്ന കസേര, ഇത് ക്യാമറ എന്ന് വേണ്ട ഈ റൂമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ സൃഷ്ടിച്ചല്ലോ. അത് പണി കഴിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണമല്ലോ. അങ്ങനെയല്ല, ഈ ലോകത്തുള്ള എല്ലാത്തിനും ആരെങ്കിലും പണി കഴിപ്പിക്കാതെ അങ്ങനെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ സാർ? ഇതുകൊണ്ടാണ് ലോകത്തിനെ ഇയാൾ മനസ്സിലാക്കാൻ. ഇയാൾ ആദ്യമായിട്ട് എങ്ങനെ ജീവനുണ്ടായി എന്ന് പറയും. എങ്ങനെ ജീവനുണ്ടായി എന്ന് പറയുന്നത് ഇപ്പൊ ഈ കസേര ഇയാൾ പറയുന്നത് എങ്ങനെയാണ് ഇയാൾ ജീവനെ കാണേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. കസേരയ്ക്ക് ആ കാലിൽ ഉണ്ടായി, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഇരിപ്പിടമുണ്ട്, ഇപ്പൊ നമ്മൾ ഈ കൈ വയ്ക്കുന്ന സാധനമുണ്ട്, ഇത് മുഴുവൻ നമുക്ക് അഴിക്കാൻ പറ്റും. അഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് കസേര കാണത്തില്ല. ഇവിടെ കുറച്ച് സാധനങ്ങൾ കിടക്കുകയായി. ആ കസേര ഇരിക്കാൻ കഴിവുണ്ടായിരുന്ന കസേരയില്ല. പക്ഷെ അത് ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ഇരിക്കുന്ന ഓരോന്നായിട്ട് ഒരു പ്രത്യേക രീതിയിൽ അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതിനെ ഇണക്കി ചേർക്കുന്നത് പോലെ അത് ഇണങ്ങുന്ന നിലവാരത്തിൽ ചെയ്തെടുക്കുമ്പോഴാണ്
ഈ കസേര എന്ന് പറയുന്ന സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് അതിൽ സൃഷ്ടിയില്ല. ഉണ്ടാക്കിയ വ്യക്തിയാണ് സൃഷ്ടാവ്. ഇതിനകത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കിയ വ്യക്തിയാണ് സൃഷ്ടാവ്. കാരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഇരിക്കുന്ന വസ്തുക്കളെ ചേരേണ്ട വഴി ചേരുന്നു എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. അല്ലാതെ സൃഷ്ടിയില്ല, ഇല്ലാതിരുന്നിട്ടുണ്ടായതല്ല. ഈ ഇരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് ഈ തരത്തിൽ രൂപമാറ്റം വന്നു. അതാണ് സംഭവിക്കുന്നത്. അത്രയാണ്, രൂപമാറ്റം മാത്രമേ ഉള്ളൂ. ഇവിടെ വസ്തുക്കൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിനകത്ത് ഇവിടെ ഉണ്ടായിരുന്ന എന്നുവെച്ചാൽ ഒന്നും ഇല്ലാതിരുന്നതല്ല. ഈ കസേര ഉണ്ടായിരുന്നതല്ല ഈ ഒന്നും എന്നുള്ള പ്രയോഗത്തിനകത്ത് ഈ കസേര ഉണ്ടെന്നല്ല പറയുന്നേ. ഈ കസേര ആകാനുള്ള ഇതിനകത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല ആരും. ഇത് അസംബിൾ ചെയ്യുന്നതേ ഉള്ളു. തീർച്ചയായിട്ടും. അപ്പൊ ഈ അസംബിൾ ചെയ്യുന്ന തുടർച്ചയ്ക്കകത്താണ് ജീവൻ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശം എടുത്ത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അത് മുഴുവനും നമുക്ക് ആറ്റമായിട്ടും ആറ്റത്തിനകത്തേക്ക് ഇറങ്ങി നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ പാർട്ടിക്കിളായിട്ടും നമ്മൾ കാണുന്നിടത്താണ് അവിടെ വരെയാണ് നമ്മുടെ കണ്ണ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ പറ്റുന്ന അവിടെ വരെ നമുക്കിപ്പോൾ അറിയാവും. അവിടെ എത്തുന്ന സമയത്ത് ഇതിനെ വ്യക്തതയോടെ ഇന്ന് തരംതിരിച്ചറിയത്തക്കവണ്ണം കഴിയാത്ത നിലവാരത്തിൽ എത്തിയ സ്ഥലത്തിനെയാണ് നമ്മൾ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന മേഖല വരുന്നത്. അപ്പൊ ഒരേ സമയത്ത് തന്നെ അത് വസ്തുവായി മാറിയ ശക്തിയായിട്ടും എന്ന് ഞാൻ ഒരേ സമയത്ത് തന്നെ പാർട്ടിക്കിളായിട്ടും വേവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തമ്മിൽ ചേർക്കാനൊക്കത്തില്ല. പക്ഷേ എക്സ്പെരിമെന്റ് സംഘടിപ്പിക്കുന്ന അനുസരിച്ച് ഇത് രണ്ട് തരത്തിൽ അനുഭവിക്കും. ഇതൊന്നും മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ മാറ്റം വളരെ സ്വാഭാവികമായിട്ട് തന്നെ പ്രപഞ്ചത്തിനകത്ത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിനകത്ത് തമ്മിൽ ചേർന്നാൽ അതുവരെ അവിടെ ഇല്ലാതിരിക്കുന്ന പുത്തൻ ഒരു പ്രതിഭാസം ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഒരു വള്ളത്തിനകത്ത് നമ്മൾ ഒരു നെല്ലിടുന്നു, ഒന്നും സംഭവിക്കത്തില്ല. രണ്ട് നെല്ലിടുന്നു, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ലക്ഷക്കണക്കിന് നെല്ലിട്ട് കഴിയുമ്പോൾ ഒരു നെല്ലും കൂടെ വീണാൽ വള്ളം മുങ്ങും. ആ വള്ളം മുങ്ങാനുള്ള കഴിവ് ആ അവസാനം വീണ നെല്ലിൽ ഇരിക്കുകയല്ല. ഇത്രയും അപ്പൊ അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്രതിഭാസത്തിന് ആ സമയത്തുണ്ടാകുന്നത് പോലാണ്. ഇതേപോലാണ് നമ്മളിപ്പം ഇയാള് വെള്ളത്തിനെ പറ്റി ഞാൻ കഴിഞ്ഞവണ ഇയാൾ ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞവണേ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഒത്തിരി പാർട്ടികളുണ്ട്. പക്ഷേ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും തമ്മിൽ ചേർന്നാൽ വെള്ളത്തിന്റെ ഒരു മോളിക്യൂൾ എന്ന് അതിന് പറയാം, ഒരു കണികയുണ്ടാവും. ആ കണികയ്ക്കകത്ത് ഒരിക്കലും താൻ അനുഭവിക്കുന്ന വെള്ളം എന്ന് ഇയാൾ വിചാരിക്കുന്ന ദ്രവത്വം ഇല്ല. അപ്പം അത് ഒന്നിട്ട് രണ്ടിട്ട്, നേരത്തെ വള്ളം മുങ്ങുന്നത് പോലെ ഒന്നിട്ട് രണ്ടിട്ട് എങ്ങനെ നമ്മൾ നമ്പർ കൂട്ടുമ്പോൾ 1.7 അല്ലെങ്കിൽ 1.4 to 1.7 സെപ്റ്റില്യൺ എന്ന് പറയുന്ന വലിയൊരു നമ്പറാണ്. അത്രേ എണ്ണം ചേരുമ്പോഴാണ് ദ്രവത്വം എന്ന് പറയുന്നത് നമ്മൾ ആ ഗുണം അവിടെ ഉണ്ടാകുക ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഹൈഡ്രജൻ ആറ്റത്തിൽ നോക്കിയാൽ കിട്ടത്തില്ല. ഈ ചേരുവയ്ക്കകത്താണ് ആ ഗുണപരത ഉണ്ടാകുന്നത്. ഇങ്ങനെ നിരന്തരം മാറുമ്പോൾ ഗുണങ്ങൾ അങ്ങനെ അപ്പൊ ഒരു തുള്ളി വെള്ളം നമുക്ക് നീന്തി കുളിക്കാനൊക്കത്തില്ല, മീന് ജീവിക്കാനൊക്കത്തില്ല. ഒരു തുള്ളി വെള്ളവും വേറൊരു തുള്ളി വെള്ളവും തമ്മിൽ ചേരുമ്പോൾ വലിയൊരു കുളമുണ്ടാകും. ആയിരക്കണക്കിന് കുളങ്ങൾ ചേർന്നത് വരുമ്പോഴാണ് കടൽ എന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങനെ ഗുണപരത നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനകത്താണ് ഇതിനാരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഈ തമ്മിൽ ചേരാനുള്ള പ്രവണതയുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മളുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന സാധനങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. തൻ്റെ അച്ഛനുണ്ടാകുന്നത് പോലെ തന്നെയാണ് താനും ഉണ്ടാകുന്നത്. ആ ഇല്ലാതിരുന്നിട്ടുണ്ടാകുകയല്ല, ഉള്ളതിന് രൂപമാറ്റം വരുന്നതിനെയാണ് നമ്മൾ ഉണ്ടായെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇല്ലാതിരുന്നിട്ടുണ്ടായതാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഉണ്ടാക്കാൻ ഒരു ശക്തി വേണമെന്ന് കണ്ടുപിടിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അങ്ങനല്ല, പ്രപഞ്ചം ഉള്ളതാണ്.